അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2025 അവസാനിച്ച് 26ലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുകയാണ് ലോകം മുഴുവനും. ഈ സാഹചര്യത്തിൽ ന്യൂ ഇയർ ആഘോഷങ്ങളെക്കുറിച്ചും അതിലെ ഇസ്ലാമിലെ പ്രസക്തിയെക്കുറിച്ചുമൊക്കെയാണ് ഹിദായയുടെ പുതിയ ഒരു എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള വ്യത്യസ്ത രാജ്യങ്ങളും സന്നദ്ധ സംഘടനകളുമൊക്കെ പുതുവത്സരാഘോഷം കെങ്കേമമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ ബിസിനസ് താൽപ്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ന്യൂ ഇയർ ആഘോഷത്തിലൂടെ തങ്ങൾക്ക് വന്നു ചേരാനിരിക്കുന്ന വലിയ ലാഭത്തിൽ കണ്ണുനട്ടുകൊണ്ടും വിദേശങ്ങളിൽ നിന്നടക്കം വന്നു ചേരുന്ന ടൂറിസ്റ്റുകളെ സ്വീകരിച്ച് അവരിൽ നിന്ന് ലഭിക്കുന്ന വലിയ ലാഭങ്ങളെ കൊയ്തെടുക്കാൻ വേണ്ടിയിട്ടുമൊക്കെ വിവിധ നാടുകളിൽ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള ആഘോഷങ്ങളാണ് ന്യൂ ഇയറിനോടനുബന്ധിച്ചുകൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ന്യൂ ഇയർ ആഘോഷം? 2025 ഡിസംബർ 31 എന്തു പ്രത്യേകതയാണ് ജനുവരി 1 ഡിസംബർ 31 പോലെ തന്നെ ഒരു ദിവസമാണല്ലോ ജനുവരി 1. എന്താണ് ഈ രണ്ട് ദിവസങ്ങൾ തമ്മിലുള്ള വ്യത്യാസമെന്ന് ചോദിച്ചാൽ കൃത്യമായൊരു മറുപടി പറയാൻ ആർക്കും സാധിക്കുകയില്ല. അതേസമയത്തൊരു പുതിയ വർഷം കടന്നു വന്നതിൻ്റെ പേരിൽ വ്യത്യസ്തങ്ങളായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. പലരും മദ്യം കഴിച്ചുകൊണ്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ സ്വബോധത്തെ തന്നെ നഷ്ടപ്പെടുത്തുന്നു. പാട്ടുകളും ഡാൻസുകളും കൂത്തുകളുമായി ഒരു രാത്രി മുഴുവനും ചെലവഴിക്കുന്നു. അന്യപുരുഷനും സ്ത്രീയുമൊക്കെ ഇടകലർന്നുകൊണ്ടുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇങ്ങനെ പല തരത്തിലുള്ള ആഘോഷങ്ങളുടെ രാവായിട്ടാണ് പുതുവർഷത്തെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. യഥാർത്ഥത്തിൽ പുതുവർഷത്തെക്കുറിച്ചുള്ള വിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വർഷം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ ദിവസത്തെ ആഘോഷിക്കാനോ ഉന്മാദത്തിൽ ആറാടാനോ മറ്റ് വിവിധ പേക്കൂത്തുകൾ നടത്താനോ സാധിക്കുകയില്ല. മറിച്ച് അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത, ഞാൻ അല്പം കൂടി മരണത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ ഒരു വർഷം എനിക്ക് എന്താണ് ചെയ്യാൻ കഴിഞ്ഞത് എന്ന ചിന്തയാണ് മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാകപ്പിഴവുകളെ എങ്ങനെയാണ് തിരുത്താൻ കഴിയുക എന്ന ചിന്തയാണ് ഈ ദിവസത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആ ദിവസത്തെ ആഘോഷിക്കാൻ കഴിയില്ല, ഉന്മാദത്തിൽ ആറാടാൻ കഴിയില്ല, സർവവും മറന്നുകൊണ്ട് ഉല്ലസിക്കാൻ കഴിയില്ല. മറിച്ച് ഞാൻ എൻ്റെ മരണത്തിലേക്ക്, ഈ ഭൂമിയിലുള്ള എൻ്റെ ജീവിതം അവസാനിക്കുന്ന ആ പ്രക്രിയയിലേക്ക് അല്പം കൂടി അടുത്തിരിക്കുന്നു എന്ന ഒരു ചിന്തയോടെയാണ് ഓരോ പുതുവർഷവും വിശ്വാസികളിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ചിന്തയോടെ വേണം നാം ഈ ദിവസത്തെ സമീപിക്കുവാനായിട്ട്. തീർച്ചയായിട്ടും ഈ ദിവസത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ചിന്തിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തീരുമാനിച്ചിരിക്കുന്ന അവധി എത്തിയിരിക്കുന്നു എന്നാണ്. വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാം, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അല്ലാഹു തീരുമാനിച്ച അവധി എത്തിയാൽ, ഓരോ മനുഷ്യനും അല്ലാഹു തീരുമാനിച്ച ഒരു അവധിയുണ്ട്. ആ ദിവസം വരെ, ആ സെക്കൻഡ് വരെ മാത്രമേ എല്ലാവരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കൂ. അങ്ങനെ അല്ലാഹു തീരുമാനിച്ച അവധി എത്തിയാൽ ഒരു നിമിഷം പോലും പിന്നെ നമ്മെ അല്ലാഹു തആല ബന്ധിക്കൂല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു നിമിഷം പോലും നമുക്ക് എക്സ്ട്രാ ചോദിച്ചു വാങ്ങാൻ കഴിയില്ല. ഈ ഒരു ബോധം ഓരോ വിശ്വാസിയുടെ മനസ്സിലും രൂഢമൂലമായിരിക്കെ എങ്ങനെയാണ് ഒരു പുതുവർഷത്തെ നമുക്ക് ആഘോഷിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഒരു പുതുവർഷത്തിൽ നമുക്ക് സർവവും മറന്ന് ഉല്ലസിക്കാൻ വേണ്ടി കഴിയുക? അതുകൊണ്ട് ഈ ദിവസത്തിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടത്, കഴിഞ്ഞ കാല ജീവിതത്തിലെ നമ്മുടെ പ്രവർത്തനങ്ങളെ കൃത്യമായി വിലയിരുത്തുക എന്ന പ്രോസസ്സാണ്. ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞ കാലത്തിൽ ജീവിച്ചത്?
എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് എന്നിൽ നിന്ന് വന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തു കൂട്ടിയത്, എന്തൊക്കെ അസാൻമാർഗിക പ്രവർത്തനങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്, എന്തെല്ലാം തിന്മകളിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത് എന്ന് ഓരോരുത്തരും ചിന്തിക്കുകയും ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇനി വരാനിരിക്കുന്ന വർഷത്തിൽ എന്തു മാറ്റമാണ് എനിക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് എന്നാണ് ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടത്. കഴിഞ്ഞ വർഷം എൻ്റെ ജീവിതത്തിൽ വായന കുറവായിരുന്നുവെങ്കിൽ ഈ വർഷം എനിക്ക് അല്പം കൂടി കൂടുതൽ വായിക്കണം എന്നൊരാൾക്ക് പ്രതിജ്ഞയെടുക്കാം. കഴിഞ്ഞ വർഷം എൻ്റെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ കുറവായിരുന്നുവെങ്കിൽ ഈ വർഷത്തിൽ അല്പം കൂടി കൂടുതൽ സൽക്കർമ്മങ്ങൾ എനിക്ക് ചെയ്യണം എന്ന് പ്രതിജ്ഞയെടുക്കാം. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്ന രണ്ട് അനുഗ്രഹങ്ങൾ അതവൻ്റെ ഒഴിവ് സമയവും ആരോഗ്യവുമാണ് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ ഒഴിവ് സമയം ഞാൻ എങ്ങനെയൊക്കെയാണ് ചെലവഴിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കാം. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മാറ്റം വരുത്താം എന്നാലോചിക്കാം. കഴിഞ്ഞ വർഷത്തിലെ എൻ്റെ സിംഹഭാഗവും ഞാൻ ചെലവഴിച്ചത് വെറുതെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് കാര്യങ്ങളിലൂടെയും ഒക്കെ സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ടായിരുന്നുവെങ്കിൽ അതെങ്ങനെ ഇത്തവണ പരിമിതപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ എനിക്ക് ഉപകാരപ്രദമാക്കി മാറ്റാൻ സാധിക്കും. ഈ രൂപത്തിലൊക്കെ ചിന്തിച്ചുകൊണ്ട് എങ്ങനെ കൂടുതൽ നന്മ ചെയ്യാമെന്നാലോചിച്ചുകൊണ്ട് ഏത് സമയത്ത് എൻ്റെ രക്ഷിതാവിലേക്ക് നാഥനായ റബ്ബെന്നെ തിരിച്ചു വിളിച്ചാലും സന്തോഷത്തോടെ ആ വിളിയാളം കേട്ടുകൊണ്ട് മരണത്തെ പുൽകാൻ തയ്യാറായിരിക്കാനാണ് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടത്. ഈ ഒരു ചിന്താധാരയും ചിന്താഗതിയും ഒക്കെ മനസ്സിലുണ്ടാകുമ്പോൾ ഒരിക്കലും നമുക്ക് തെറ്റിലേക്ക് പോകാൻ കഴിയൂല. പ്രത്യേകിച്ച് പുതുവത്സരം നമുക്ക് സർവവും മറന്നുകൊണ്ട് അടിച്ചു പൊളിക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ചിന്താധാരയിലൂടെ നാം ഓരോരുത്തരും മുന്നോട്ട് ഗമിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു പുതുവർഷത്തെ സർവവും മറന്നുകൊണ്ട് നമുക്ക് ആഘോഷിക്കാൻ കഴിയുക? എങ്ങനെയാണ് നമുക്ക് ആർത്തുല്ലസിക്കാൻ കഴിയുക? എങ്ങനെയാണ് നമുക്ക് വലിയ വലിയ ആഘോഷങ്ങളാക്കി അതിനെ മാറ്റാൻ കഴിയുക? എങ്ങനെയാണ് റബ്ബിനെ മറന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുക? അതുകൊണ്ട് ഈ പുതിയ വർഷത്തിലേക്ക് പാദമൂന്നുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്ന് എങ്ങനെ എനിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും, എൻ്റെ ഒഴിവ് സമയങ്ങളെ എങ്ങനെ ഫലപ്രദമായി എനിക്ക് ഉപയോഗിക്കാൻ കഴിയും, എനിക്ക് രക്ഷിതാവ് തന്ന ആരോഗ്യമുള്ള ഈ സമയത്തെ എങ്ങനെ എനിക്ക് കൂടുതൽ ഉപകാരപ്രദമായ രൂപത്തിൽ വിനിയോഗിക്കാൻ കഴിയും. ഇതൊക്കെ ചിന്തിച്ച് പോസിറ്റീവായ ചിന്തയോടെ മറ്റ് ആർഭാടങ്ങളും ആഘോഷങ്ങളും കൂത്താട്ടങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് പുതിയ വർഷത്തെ സ്വീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. നാഥനായ റബ്ബ് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.